welcome to my channel Apples Wonderland, a joyful ride with me, Afrin. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഞാൻ എന്തിനാ ഇങ്ങനെ സെറ്റ് സാരിയൊക്കെ ഉടുത്തിട്ടിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ? മുല്ലപ്പൂ അത് തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു മുല്ലപ്പൂ ആണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യണം. അതിനായിട്ട് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഹാഫ് വെച്ചിട്ട് ഇങ്ങനെ മടക്കും. നമ്മൾ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പീസസ് എല്ലാം ഡബിൾ പ്ലേ ആയിരിക്കും. അപ്പം നമ്മൾ അതിനെ ഒരെണ്ണം ആക്കി എടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ചുരുട്ടി കൊടുക്കണം ലൈക്ക് ദിസ്. അതിൻ്റെ അതേ കണക്ക് പ്ലേനെ വീണ്ടും ചുരുട്ടിയിട്ട് കണക്ക് 3 ലെയർ ചുരുട്ടണം. വേറൊരു ലെയർ എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. താഴെ ഭാഗത്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മുട്ട കണക്കിട്ട് പോകും. ഇതിൻ്റെ എക്സ്ട്രാ പീസ് നമ്മളിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എക്സസ് ഇത് പെയിന്റിങ് സ്റ്റേജ് ആണ്. ഈ മുട്ടിന്റെ സ്റ്റെമ്മിന് മാത്രം ഇങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുക്കുക ഗ്രീൻ കളർ. അപ്പൊ നമ്മുടെ മുല്ലമുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോർക്കാം. അപ്പൊ എനിക്ക് കോർക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയെ കൊണ്ടാണ് ഈ കോർക്കൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുല്ലമുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ തലമുടിയിൽ ശ്രദ്ധിച്ചോ? എനിക്ക് മുല്ലപ്പൂ വന്നില്ലേ? ഇത് വിരിഞ്ഞ മുല്ലപ്പൂവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്നത്. നോക്ക്, എൻ്റെ തലയിലെ മുല്ലപ്പൂ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ആ മൊട്ടുകളാണ്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതാണ് പിച്ചിപ്പൂ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കാം. അതിന് ഇങ്ങനെ 3 ആയിട്ട് മടക്കണം.
എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ഇത്രയും വീതിയേ പാടുള്ളൂ. പിന്നെ ഒത്തിരി വീതിയായാൽ കാണാൻ ഒരു രസമൊന്നും ഉണ്ടാവില്ല, പൂ കണക്ക് ഇങ്ങനെ ഇരിക്കൂല. ഇനി ഈ ടിഷ്യൂ പേപ്പറിനെ രണ്ട് അറ്റത്തും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് തുറന്നു കൊടുക്കാം. ഇതേ കണക്ക് നമുക്ക് കിട്ടും. പിന്നെ ഇതിലെ ഓരോ സർക്കിൾസും 4 എണ്ണം വീതം മുറിക്കണം. നമുക്ക് കിട്ടും. ഇങ്ങനെ ഞുരുക്കി നടുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത ടാസ്കാണ് പെയിന്റിങ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെം നമ്മൾ പെയിന്റ് ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് ഗോ പെയിന്റിങ്. അപ്പോൾ നമ്മൾ ഈ പെയിന്റ് ചെയ്യുന്നത് ബ്രഷിനേക്കാളും നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ ഈസിയാണ്. കയ്യിൽ ഇങ്ങനെ പെയിന്റ് എടുത്തിട്ട് ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ സിറ്റുവേഷനിൽ ആർക്കൊന്നും പുറത്തു പോയി മുല്ലപ്പൂ അങ്ങനെയൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഫോട്ടോ എടുക്കാനെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ബൈ ബൈ.